നേറുമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആദർശ വൈകല്യം വന്ന ഏതൊക്കെ വിഭാഗങ്ങൾ ഏതൊക്കെ കാലത്തുണ്ടായിട്ടുണ്ടോ അവരെയൊക്കെ മുഖം നോക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. വഹാബി പ്രസ്ഥാനം അത് ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും അത് ബിദ്അഈ പ്രസ്ഥാനമാണെന്നും കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ അത് ബിദ്അഈ പ്രസ്ഥാനം തന്നെയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ തുറന്നു കാണിച്ചു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനോട് അധ്യക്ഷതയിൽ ചേർന്നാണ് തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്തിന്റെ പാർട്ടിയാണെന്ന് തീരുമാനിച്ചത്. ഈ വിധത്തിൽ പ്രത്യക്ഷത്തിൽ നല്ലതാണെന്ന് തോന്നിക്കുന്ന കക്ഷികളെ പോലും കൃത്യമായി പഠിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുമായി ഒരുവിധ ബന്ധവും പറ്റില്ലെന്നും അവരെ സമുദായത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അവരുടെ ആദർശം ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ 10,000-കണക്കിന് ഇസ്ലാമിക പ്രബോധകന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന സത്യം സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. മാത്രമല്ല അതോട് ചേർത്തി പറയേണ്ട ഒരു കാര്യമുണ്ട്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമായി കേരളീയ മുസ്ലിം സമൂഹത്തെ മുഴുവൻ മുശ്രിക്കുകളും ബഹുദൈവ വിശ്വാസികളുമായി ചിത്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലമായി നിരന്തരമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ബിദ്അഈ പ്രസ്ഥാനത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആശയപരമായ സമരം നടത്തിയപ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളീയ മുസ്ലിം സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തിന്? മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് സംഭവിച്ചു പരിശോധിക്കപ്പെടേണ്ടതാണ്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കേവലം ഒരു ബിദ്അഈ പ്രസ്ഥാനമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ പരിധി നോക്കിയാൽ, ലോക ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ, ഇസ്ലാമിക ലോകം ഏറ്റവും ആദരവോടുകൂടി കാണുന്ന മഹാനായ സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മഖാമിൽ കത്തിവച്ച് കൊത്തിത്തകർത്ത് പിക്കാസ് വെച്ച് ചിഹ്ന ഭിന്നമാക്കിയത് ഈ വഹാബി പ്രസ്ഥാനമാണ്, സലഫി പ്രസ്ഥാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ വഹാബി പ്രസ്ഥാനമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ മഖാമുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയെന്ന് മാത്രമല്ല, ഹബീബായ നമ്മുടെ കരളിന്റെ കഷ്ടമായ അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വീട് അതിൽ ബറക്കത്തെടുത്താൽ ശിർക്കാകുമെന്ന് പറഞ്ഞുകൊണ്ട് പിക്കാസ് കൊണ്ട് കൊത്തിക്കളഞ്ഞ് നാമാവശേഷമാക്കി കളഞ്ഞത് ഇതേ വഹാബി പ്രസ്ഥാനമാണ്. ആ വഹാബി പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ചേർപ്പിരികൾ പേരുകളിലായി അൽ ഖായിദ എന്നും IS എന്നും ബൊക്കോ ഹറാം എന്നും താലിബാൻ എന്നും തഹ്രീക്കെ താലിബാൻ എന്നും വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പതിപ്പുകളിൽ നിന്ന് അതിന്റെ തനിയാവർത്തനം ക്രൂരമായ മഖാമുകൾ തകർക്കലുകളും കൂട്ടക്കൊലകളും നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇറാഖിലെ മൊസൂളിലായിരുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ 2014 ജൂലൈ 24 ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ ഷെയ്ഖ് അഹ്മദ് കബീർ റിഫായി തങ്ങളുടെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ വർഷങ്ങളിൽ ISന്റെ ഭീകരന്മാരായിരുന്നു. ആ IS വഹാബി